إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഖുർആൻ 10-ാമത്തെ വചനം. മുൻ ആയത്തുകൾക്കൊക്കെയുമുള്ള മൊത്തത്തിലുള്ള ആകെയുള്ള ഒരു മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിച്ച് ആയത്തിൽ കൂടി നൽകുകയാണ്. തബാറക, നന്മയേറിയവനാകുന്നു, അല്ലദീ യാതൊരുവനാണ്, ഇൻഷാ അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ജഅല ലക നബിയെ താങ്കൾക്കാക്കിത്തരും, ഖൈറൻ മിൻ ദാലിക അതിനേക്കാൾ ഉത്തമമായതെന്ന് പറഞ്ഞാൽ ഈ ഐഹികമായ ദുനിയാവിന്റെ വിഭവങ്ങളെക്കാൾ അത്യുത്തമമായത് നബിയെ താങ്കൾക്ക് അവൻ ഉണ്ടാക്കിത്തരുമെന്നാണ്. ഈ മക്കത്തെ അവിശ്വാസികൾ ജൽപ്പിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. അവരൊരുപാട് സൗകര്യങ്ങൾ, ഈ ഐഹികമായ ദുനിയാവിന്റെ സൗകര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു. നോക്കൂ, നിങ്ങൾ അതിനേക്കാളൊക്കെയും ഉത്തമമായത് നബിയെ താങ്കൾക്ക് ഉണ്ടാക്കി തരുവാൻ അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ ഖദറാണ്, അവൻ കഴിവുള്ളവനാണെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ജന്നാത്തിൻ തജ്രി, ഒരു സ്വർഗം, തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തുകൂടിയും അരുവികൾ ഒഴുകുന്ന ഒരു പൂന്തോപ്പ് അതുണ്ടാക്കി തരാൻ അല്ലാഹുവിന് കഴിയുമെന്നാണ്. വയജ്അല ലക ഖുസൂറ, താങ്കൾക്ക് വലിയ മണിമാളിക മേടകൾ ഒരുക്കിത്തരാനും വലിയ കോട്ടക്കൊത്തളങ്ങൾ കൊട്ടാരങ്ങൾ ഒരുക്കിത്തരാനും അല്ലാഹുവിന് സാധിക്കുമെന്നാണ്. പക്ഷേ അതൊക്കെ അല്ലാഹു തആല പിന്തിച്ചിരിക്കുകയാണ്, ആഖിറത്തിലേക്ക് പിന്തിച്ചിരിക്കുകയാണ്. നബിയെ താങ്കൾക്ക് സ്വർഗത്തിൽ അത്യുന്നതമായ മഖാമൻ മഹ്മൂദ് താങ്കൾക്ക് ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ ഒക്കെ പൊരുൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കാൻ നാം നിരന്തരം ബാങ്കിന് ശേഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു സുന്നത്തായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിക്കുന്നത്. അതിന് വലിയ പ്രതിഫലമുണ്ട്, വലിയ പ്രതിഫലം ആ പ്രാർത്ഥനക്കുണ്ട്. അതുകൊണ്ട് നിരന്തരം നാം അത്തരം പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ മഹത്വവും പദവിയും സ്വർഗ്ഗത്തിൽ ലഭിക്കാനിരിക്കുന്നു. ആ റസൂലിനെ പിൻപറ്റുന്ന മുഅ്മിനീങ്ങൾക്കും വലിയ പദവികൾ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, സത്യവിശ്വാസികൾക്ക് സന്തോഷമായി പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ, നിങ്ങൾ ഈ രൂപത്തിലൊക്കെ അല്ലാഹുവിന്റെ കഴിവിനെ അല്ലാഹു പ്രകടിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.